بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: تخلقوا بأخلاق الله. صدق رسول الله صلى الله عليه وسلم. الله سبحانه وتعالى നമ്മെ പഠിപ്പിച്ച ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേൾപ്പിച്ചത്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ആരെങ്കിലും അള്ളാഹുവിന് വഴിപ്പെടുന്നുവെങ്കിൽ അവൻ സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹ്യങ്ങൾ തുടങ്ങിയ മഹത്തുക്കളോടുകൂടെ ആവണം. ഇത് വേറെയും ആയത്തിൽ ധാരാളം ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യണം. വകൂനൂ, നിങ്ങളാവുകയും വേണം. മഅസ്സാദിഖീൻ, സജ്ജനങ്ങളുടെ കൂടെ, സത്യം പറയുന്നവരുടെ, സത്യം പ്രവർത്തിക്കുന്നവരുടെ, സത്യം വിശ്വസിക്കുന്നവരുടെ, അങ്ങനെ സജ്ജനങ്ങളായ സത്യവിശ്വാസികളും സൽഗുണം ചെയ്യുന്നവരുമായ ആളുകളുടെ കൂടെ നിങ്ങൾ ആവണം. അവിടെ കൂട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത് അതിൽ ചേർന്ന് അവർ
പഠിപ്പിച്ചതുപോലെ പ്രവർത്തിച്ച് ജീവിക്കുന്നവരാവണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇത് തന്നെയാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുന്നു. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിക്കാൻ ആവശ്യമായത് സാലിഹീങ്ങളോട് ചേർന്ന് ജീവിക്കലാണ്. അതുകൊണ്ട് ഞങ്ങളെ സാലിഹീങ്ങളോട് ചേർക്കുകയും ചെയ്യണം എന്ന് അള്ളാഹുവിൻ്റെ നബിമാരിൽപ്പെട്ട മഷ്ഹൂറായ ഒരു നബിയാണ് യൂസുഫ് അലൈഹിസ്സലാം. അവർ ദുആ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ സാലിഹീങ്ങളോടുകൂടി ചേർക്കണം. അപ്പോൾ സാലിഹി ആണ് എന്ന് നമുക്കിപ്പോൾ ഒരു വ്യക്തിനെ നോക്കിയാലൊന്നും തീരുമാനിക്കാതെ നമുക്ക് കഴിയില്ല. മൊത്തത്തിൽ സഹാബത്തിൻ്റെ നടപടി, താബിഈങ്ങളുടെ നടപടി, ഇമ്മത്ത് മുജ്തഹിദുകളായ ഇമാമുകളുടെ നടപടി, അതിനുശേഷം വന്ന അഖ്താബുകളുടെ നടപടിക്രമം, അത് കണ്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് സാലിഹീങ്ങളെ നടപടി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവർ ഖുത്ബാണെന്നും അവർ വലിയ നേതാവാണെന്നും ലോകം മുഴുവനും സമ്മതിച്ച ഒരു വ്യക്തിയാണ്. ആരും അതിനെതിര് പറഞ്ഞതായിട്ട് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. എത്രത്തോളം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ വരെ വളരെ വ്യക്തമായി ഇന്ന ശൈഖ് അബ്ദുൽ ഖാദിർ മിൻ അക്ബരിൽ മശായിഖി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ അബ്ദുൽ ഖാദിർ വലിയ മശായിഖന്മാരിൽപ്പെട്ട വലിയ പ്രസിദ്ധമായ മഹാന്മാരിൽപ്പെട്ട ആളാണ് എന്ന് ഇബ്നു തൈമിയ്യയുടെ ഫതാവയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ സാബിഖായ ഖളാ ഉള്ളതോട് കൂടെ അതനുസരിച്ചുള്ള ചില ജീവിതങ്ങൾ അള്ളാഹു തആല അവർക്ക് കൊടുക്കും. ഒന്നാമത്തത് അദബ്. അദബ് എന്ന് പറഞ്ഞിട്ടൊന്ന് വേണം. ചെറുപ്പത്തിലെ കുട്ടികൾ, ആ കുട്ടികളെ നമ്മൾ അദബോടുകൂടി പഠിപ്പിച്ച് കൊണ്ടുവരണം. മാതാപിതാക്കളോടുള്ള അദബ്, ഗുരുനാഥന്മാരോടുള്ള അദബ്, വലിയ പണ്ഡിതന്മാരോടുള്ള അദബ്, അതൊന്നും വേണ്ട. വെറും പ്രായം ചെന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയും അദബ് കാണിക്കണം നമ്മളെ മക്കൾ. പ്രായമുള്ള വയസ്സന്മാരുണ്ടാവും, അവർക്ക് ഇൽമൊന്നുമില്ലെങ്കിലും 5 വക്ത് നിസ്കരിക്കുകയും റമദാനിൽ നോമ്പുകൾക്കൊക്കെ ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളാണ് വയസ്സന്മാർ. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും
അവരെ ഒന്ന് ബഹുമാനിക്കുകയും ചെയ്യുന്ന അദബ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കണം. അയാളെ ആലിമൊന്നുമല്ല, അവർ ജാഹിലാണ്, അയാളെന്ത് ബഹുമാനിക്കാനാണ് എന്നൊന്നും ചിന്ത നമ്മുടെ കുട്ടികളെ കൽബിൽ വരാൻ പാടില്ല. ആലിമ് അല്ലെങ്കിലും 5 വക്ത് കൃത്യമായി നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും സുന്നത്ത് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വയസ്സായ ഒരു സാധാരണക്കാരൻ ദായിമായിട്ട് അള്ളാഹുവിന് വിഭാഗത്തെടുക്കുന്ന ആളല്ലേ. 5 വക്ത് നിസ്കരിക്കാൻ തന്നെ ദായിമായിട്ട് ചെയ്യാൻ തന്നെ എൻ്റെ അർത്ഥം. അപ്പോൾ അവരെയും നാം ബഹുമാന സൂചകമായി കാണണം. ബഹുമാനത്തിൻ്റെയും അദബിൻ്റെയും ഒരു തെളിവ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിൽ ധാരാളമുള്ളതിൽ ഒന്ന് മാത്രം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഫതാവൽ ഹദീസിയ എന്ന കിതാബിൽ 225-ാമത്തെ പേജിൽ പറയുന്നതായി കാണാം. വഹക്ക ഇമാം ശാഫിഈ ഫീ തംരീഹി അബൂ സഈദ് അബ്ദുല്ലാഹി ഇബ്നു അബീ അസ്റൂൻ قال دخلت بغداد في طلب العلم ووافقت بمن السقا. അബ്ദുല്ലാഹി ഇബ്നു അബീ അസ്റൂൻ ഒരു പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാ കാലത്ത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇൽമ് പഠിക്കാൻ വേണ്ടി ബഗ്ദാദിൽ പോയി. ബഗ്ദാദിൽ പോയപ്പോൾ അവിടെ നിളാമിയ കോളേജിൽ ഞാൻ ചേരുമ്പോൾ ഇബ്നു സഖ എന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെയുണ്ട്. വേറെയും പല വിദ്യാർത്ഥികളും ഉണ്ട്. എന്നാൽ ഞങ്ങൾ ഇടക്കിടക്ക് വകുന്ന നദൂർ സ്വാലിഹീങ്ങളെ സന്ദർശിക്കാൻ പോകും. വക്കാന ബി ബഗ്ദാദ് റജുലുൻ യുഖാലു ലഹുൽ ഗൗസ് യദ്ഹറു ഇദാ ശാഅ വയഖ്തഫി ഇദാ ശാഅ. ഖസദ്നാ സിയാറതഹു അന وابن السقا والشيخ عبد القادر وهو يومئذ شاب. وقال ابن السقا ونحن طائرون لأسألنه مسألة لا يدري لها جوابا. അങ്ങനെ ഒരിക്കൽ മഹാന്മാരൊക്കെ കാണാൻ ഇടക്കിടക്ക് പോകും. ഒരിക്കൽ ഒരു ഗൗസ് എന്ന് പറയപ്പെടുന്ന ആളുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകണം എന്നുദ്ദേശിച്ച് ഞങ്ങൾ 3 പേര് ഇറങ്ങി. ഒന്ന് ഈ പറയുന്ന ആൾ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബീ അസ്റൂൻ, രണ്ടാമത്തത് ഇബ്നു സഖ എന്ന് പറയുന്ന ആൾ, മൂന്നാമത്തത് അബ്ദുൽ ഖാദിർ എന്ന ഒരു കുട്ടി, അതായത് വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഈ 3 വിദ്യാർത്ഥികൾ കാണാൻ പോയപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇബ്നു സഖ പറഞ്ഞ്, ഞാൻ നിങ്ങളെ കൂടെ വരുന്നത് അയാൾ വലിയൊരു ശൈഖും ഓസും ഒന്നാണെന്ന് വെച്ചിട്ടൊന്നല്ല. ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കും, അയാൾക്കാരും മറുപടി കിട്ടൂല, ഒരിക്കലും അയാൾക്ക് മറുപടി പറയാൻ കഴിയൂല. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാനാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബീ അസ്റൂൻ പറയാണ്, ഞാൻ പറഞ്ഞു ഞാനും ഒരു ചോദ്യം ചോദിക്കും, പക്ഷേ അന്തുറുമായൊക്കെ ഫിഹ, എന്താണ് അവർ പറയുന്നതെന്നൊന്ന് നോക്കും, ഒന്ന് പരിശോധിച്ച് നോക്കും. അങ്ങനൊരു ചോദ്യം ഞാനും ചോദിക്കും. മറ്റോ പറഞ്ഞത്
ഇബ്നു സക്ക പറഞ്ഞത് ഒരിക്കലും ഇയാൾക്ക് മറുപടി പറയാൻ പറ്റാത്ത മുട്ടിക്കുന്ന ചോദ്യം ചോദിക്കുന്ന. ഇബ്നു സക്ക പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ച് പരിശോധിച്ച് നോക്കും എന്ന്. മൂന്നാമത്തെ ആൾ വഖാല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മആദല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു, അൻ അസ്അലഹു ശൈഅൻ അന ബൈന യദൈഹി അൻതദിറു ബറക്കത്ത റുഅയതിഹി. ഞാൻ ആ ഗൗസിനോട് ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം ഇല്ല. അങ്ങനെ ചോദ്യം ചോദിക്കാൻ എനിക്ക് കഴിവില്ല. ഞാൻ അവിടത്തേക്ക് വരുന്നത് അവിടുത്തെ മുഖത്ത് നോക്കി ബറക്കത്തെടുക്കാനാണ്. ഒരു വലിയിൻ്റെ മുഖത്ത് നോക്കിയാൽ, ഒരു ആലിമിൻ്റെ മുഖത്ത് നോക്കിയാൽ അതൊരു ബറക്കത്താണ്, അത് ഇബാദത്താണ്. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ഹുമുൽ ഖൗമു, അവർ ഒരു ജനതയാണ്, ലാ യഷ്ഖാ ജലീസുഹും, അവരുടെ മജ്ലിസിൽ ഇരിക്കുന്നവർ, അവരുടെ സദസ്സിൽ പോകുന്നവർ ഒരിക്കലും പിടിച്ചു പോവുകയില്ല. അവരുടെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നവർ വഴിപേക്കുകയില്ല. ആ വഴി മജ്ലിസിൽ പോയാൽ തന്നെ നല്ല മാർഗത്തിലേക്ക് തിരിയും, നല്ല വഴിക്ക് തിരിയും. അതാണ് ഔലിയാക്കളുടെ സ്ഥിതി. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ബർക്കത്തെടുക്കാൻ വരികയാണ്. അല്ലാതെ ഞാൻ ചോദിക്കാൻ മുട്ടിക്കുന്ന ചോദ്യവും ചോദിക്കുന്നില്ല, പരിശോധിക്കുന്ന ചോദ്യവും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഫദഖൽനാ അലൈഹി വലം നറഹു ഇല്ലാ ബഅദ സഅത്തിൻ. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഗൗസ് അവിടെ ഇല്ല, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. ഫനദറ ശൈഖു ഇലാ ഇബ്നു സക്ക, ഈ ആദ്യം പറഞ്ഞ ഇബ്നു സക്കയിലേക്ക് ശൈഖ് നോക്കുന്നു, മുഖല്ലബൻ, വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട്. വഖാല വൈഹക യബ്ന സക്ക തസ്അലുനി മസ്അലതൻ ലാ അദ്രി ലഹാ ജവാബൻ ഹിയ കദാ വജവാബുഹാ കദാ. നീ എന്നെ മുട്ടിക്കാൻ ചോദിക്കുമെന്നാണോ പറഞ്ഞത്? എന്നാൽ നീ ഉദ്ദേശിച്ച ചോദ്യം ഇതാണ്, ആ ചോദ്യത്തിൻ്റെ മറുപടി ഇതാണ് എന്ന് പറഞ്ഞ് ഇബ്നു സക്ക ഉദ്ദേശിച്ച ചോദ്യവും ആ ചോദ്യത്തിൻ്റെ മറുപടിയും അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇതല്ലേ നീ ഉദ്ദേശിച്ചത്? ആ, അത് തന്നെ. നീ ഉദ്ദേശിച്ച ചോദ്യം ഇതല്ലേ? അതെ. ഇബ്നു സക്ക സമ്മതിച്ചു. എന്നാൽ ആ ചോദ്യത്തിൻ്റെ മറുപടി ഇന്നതാണെന്ന് പറഞ്ഞിട്ട് മറുപടിയൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, ഇന്നി ലഅറാ നാറൽ കുഫ്രി തൽതഹിബു ഫീക. നിന്റെ ഈ അദബുകേട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് കാണിക്കുന്ന അദബുകേട് കാരണമായി നിന്നിൽ നിന്ന് നരകത്തിൻ്റെ തീ കത്തിപ്പാളുന്നത് കാണുന്നു. നിന്നിൽ നിന്ന് കുഫ്രിയത്തിൻ്റെ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ കാഫിറായി ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോകും. നിനക്ക് അദബില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളെ ഭാര്യമാരെയും മക്കളെയും എല്ലാം നല്ല അദബുള്ള സാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ
എല്ലാവരും ആമീൻ പറയണം, ദുആ ചെയ്യണം. ഈമാൻ പൊളിഞ്ഞു പോകും അതബ് കേടുകൊണ്ട്. രണ്ടാമത്തെ അബ്ദുള്ള, ഈ ചരിത്രം പറയുന്ന ആള് മൂപ്പരോട് പറയുന്നു, യാ അബ്ദുള്ള അത്തസ്അലുനി അൻ മസ്അലത്തിൻ ലിതൻദുറ മാ അഖൂലു ഫീഹാ ഹാദാ കദാ വജവാബുഹാ കദാ ലതഖിറന്ന ദുനിയ അലൈക ഇലാ ശഹ്മത്തി ഉദ്നൈക ബിഇസാഅത്തി അദബിക. നീയും ചെറിയൊരു അതബീട് തന്നെയാണിപ്പോൾ. ഒരു ഹൗസിനെ പരിശോധിക്കാൻ മാത്രം നീ എവിടെ ആയത്? അപ്പം നീ ഒരു ചെറിയ അതബ് കേട്. പക്ഷേ മറ്റേ ഇബ്നുസക്ക പറഞ്ഞോണോ, മുട്ടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, പരിശോധിക്കുമെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നീ വലിയ ആലിമൊക്കെ ആണെങ്കിലും കൂടി നീ ദുന്യാവിൻ്റെ ഒരാളായി മാറിപ്പോവും. ദുന്യാവ് ഇങ്ങനെ വർദ്ധിച്ച് ദുന്യാവിൻ്റെ കെട്ടിപ്പിടുത്തം മാത്രമായി എൽമു കൊണ്ട് ജോലിയാവാൻ നിനക്ക് സാധിക്കുകയില്ല. കച്ചവടക്കാരനായിട്ട് മാറിപ്പോവും. മൂന്നാമത്തത്, യാ അബ്ദുൽ ഖാദിർ ലഖദ് അർളൈതല്ലാഹ വറസൂലഹു ബിഹുസ്നി അദബിക കഅന്നി അറാക ബിബഗ്ദാദ വഖദ് സഇദ്തൽ കുർസിയ്യ മുതകല്ലിമൻ അലൽ മലഇ വഖുൽത ഖദമി ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയ്യിൻ ലില്ലാഹി വകഅന്നി അറൽ ഔലിയാ ഫീ വഖതിക വഖദ് ഹനൗ റിഖാബഹും ഇജ്ലാലൻ ലക. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയെ വിളിച്ച് പറയുന്നു, ഓ കുട്ടി, നിൻ്റെ അദബിൻ്റെ കാരണം കൊണ്ട് നീ അല്ലാഹു തആല ബഹുമാനിച്ചവരെയൊക്കെ ബഹുമാനിക്കുകയും അദബ് കാണിക്കുകയും ചെയ്ത കാരണം കൊണ്ട് അല്ലാഹു നിന്നെ വളരെ അധികം ഉയർത്തും. ഒരിക്കൽ നിൻ്റെ ജീവിതത്തിൽ നീ പറയും, എൻ്റെ കാലത്തുള്ള മുഴുവൻ ഔലിയാക്കളും എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് എന്ന് നീ പറയും. അങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ എത്തിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് തങ്ങളോട് പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഒരു സമയം ദർസ് നടത്തുന്ന സമയത്ത് പറഞ്ഞു, ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുർറൻ. അതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഖദ് ഖുൽത ബിൽ അംരി മിൻ മൗലാക മുഅ്തമിറ ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുർറാ. ഖദ് ഖുൽത അവിടുന്ന് പറഞ്ഞു, ബിൽ അംരി മിൻ മൗലാക, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പറഞ്ഞു. കിബിർ പറഞ്ഞതല്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു ചെയ്ത നിഅ്മത്ത് എടുത്തു പറയാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ നിഅ്മത്ത് എടുത്തു പറയുക എന്ന നിലയിൽ അവിടെ നിന്ന് പറഞ്ഞു, ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുർറാ. എല്ലാ ഔലിയാക്കളും എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തൻ്റെ
ഫതാവൽ ഹദീസിയയിൽ തന്നെ പറയുന്നു, ഓസല്ലാലും ഇത് പറയുന്ന സമയത്ത് റിഫായ് ഷെയ്ഖ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക്. അഹ്മദുൽ കബീർ റിഫായി ഷെയ്ഖിന് അഹ്മദുൽ കബീർ, വലിയ അഹ്മദ് എന്ന അർത്ഥത്തിന് അഹ്മദുൽ കബീർ എന്നാണ് പേര്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വഅർളാ അവർ ദർസിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നു, ഉഹൈമിദു മിൻഹും, ചെറിയ അഹമ്മദ് ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ശിഷ്യന്മാർ ചോദിക്കുന്നു, അല്ലയോ അഹ്മദുൽ കബീർ, ഏതാണ് ചെറിയ അഹമ്മദ്? ഏത് കൂട്ടത്തിൽപ്പെടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടുന്ന് പറയുന്നു, നിങ്ങളൊക്കെ എന്നെ അഹ്മദുൽ കബീർ എന്ന് വിളിക്കുന്നുവെങ്കിലും ഞാൻ ചെറിയ അഹ്മദാണ്. ഉഹൈമിദു, ചെറിയ അഹമ്മദാണ് ഞാൻ. മിൻഹും എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശൈഖ് പറയുന്നു, ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഔലിയാക്കളും എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് എന്ന് പറയുന്നു. ആ കൂട്ടത്തിൽ ഞാനും പെടും. ഞാനും ആ കാലിൻ്റെ ചുവട്ടിൽ തന്നെ, മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ തന്നെയാണ് എന്ന് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതാ അത്ര വലിയ മഹത്വം അവർക്ക് കിട്ടിയ അഹ്മദുൽ കബീർ റിഫായി ആരാ? അഹ്മദുൽ കബീർ റിഫായി ആരാണെന്നറിയുമോ നിങ്ങൾ? അള്ളാഹുവിൻ്റെ ഹബീബിനോട് വലിയ മഹബത്ത് വെക്കുന്ന ആളും വലിയ ആശിക്കും വലിയ സ്ഥാനം കൈവരിച്ച ആളും ആണ്. ആ അഹ്മദുൽ കബീർ മദീന മുനവ്വറയിൽ പോയി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ നിന്നുകൊണ്ട് വിനയത്തോടുകൂടി പറഞ്ഞു, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ അൽ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബിയെ, ഞാൻ ഇവിടെ വരാത്ത സമയത്ത്, ദൂരത്തുള്ള സമയത്ത് എൻ്റെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ട് അയക്കാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ റൂഹ് ഇവിടെ വന്ന് ആ റൂഹ് തങ്ങളെ സിയാറത്ത് ചെയ്ത് മടങ്ങി വരുമായിരുന്നു. എൻ്റെ റൂഹ് മാത്രമാണ് വന്നത്. ഇപ്പോൾ എൻ്റെ റൂഹും ജസദും ഒന്നായി വന്നിരിക്കുന്നു. ഞാനിവിടുത്തെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ കൈ ഒന്ന് ചുംബിക്കാൻ എനിക്കാഗ്രഹം ഉള്ളതിനാൽ ഒന്ന് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തേക്ക് നീട്ടിത്തരണമെന്ന് പറഞ്ഞപ്പോൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈ നീട്ടിക്കൊടുക്കുകയും അഹ്മദ് ഹംബൽ ചുംബിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്ര വലിയ മഹാനാണ്. ആ മഹാൻ പറയുന്നു, ഹൈമിദ് മിന്നും, ഞാൻ ചെറിയ അഹമ്മദാണ്, ഞാൻ മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനമായ ഒരു കാരണം ഈ അദബ് ആണ്. ഒരു വലിയരോട് കാണിച്ച അദബും ബഹുമാനവും മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു വലിയരെ ചോദിച്ച് മുട്ടിക്കാനോ ചോദിച്ച് പരിശോധിക്കാനോ കഴിവ് ഇല്ല എന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള വിനയം, അങ്ങേയറ്റത്തെ വിനയം. ഞാൻ ചെറിയ ആളാണ്, എനിക്കൊരാളെയും ചോദ്യം ചെയ്ത്
മുട്ടിക്കാനോ പരിശോധിക്കാനോ ഔലിയാക്കന്മാരോട് നേരിട്ടിട്ട് അവരെ പരിശോധിക്കാനൊന്നും എനിക്ക് കഴിവില്ല എന്ന ഈ വിനയത്തിൻ്റെ ധാരണയും വിനയത്തിൻ്റെ അവസ്ഥയും അവിടത്തേക്ക് ഉണ്ടായത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉയർച്ച കൊടുത്തു. എന്നാൽ നേരത്തെ പറഞ്ഞ ഇബ്നു സക്കയുടെ അവസ്ഥ എന്തായി എന്നറിയോ നിങ്ങൾ? ഇബ്നു സക്കൻ്റെ അവസ്ഥ വളരെ ദയനീയമായി പോയി. അവൻ ഈ നിസാമിയ കോളേജിൽ പഠിച്ചതിൻ്റെ ശേഷം വേറെയും പല അറിവൊക്കെ പഠിച്ചു. എന്നല്ല, ക്രിസ്ത്യാനികളുമായി റോമിലുള്ള وجمع له القسيسين والعلماء بالنصرانية وناظرهم وأفحمهم وعجزوا وعظم عند الملك وزادت فتنته وتراءت له بنت الملك وأعجبته وفتن بها وسأله أن يزوجها له وقال إلا أن تنتصر وتنصر وتزوجها. അല്ലാഹു റബ്ബി, എന്താണ് സ്ഥിതി? ഈ ഇബ്നു സക്ക എന്ന് പറയുന്ന കിബ്റനില്ലേ, ഞാൻ ഈ വലിയനെ മുട്ടിക്കും എന്ന് പറഞ്ഞവൻ പഠിച്ച് വലിയ പേരും പ്രശസ്തിയൊക്കെ ആയി എന്ന് മാത്രമല്ല, ഒരിക്കൽ ക്രിസ്ത്യാനികൾ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചു. അതിന് നേരിട്ടു. ക്രിസ്ത്യാനികളെ മുട്ടിച്ചു, പരാജയപ്പെടുത്തി. വലിയ വലിയ അച്ഛന്മാർ, പാതിരിമാർ ഇവരൊക്കെ വന്നിട്ട് ഇബ്നു സക്കൻ്റെ മുമ്പിൽ മുട്ടിപ്പോയി, പരാജയപ്പെട്ടു പോയി. അങ്ങനെ വലിയ സ്ഥാനം ജനങ്ങളിടയിൽ കിട്ടി. പക്ഷെ അവൻ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിവാഹം ചെയ്യാത്തവൻ പെണ്ണാലോചന തുടങ്ങി. ആലോചിച്ചാലോചിച്ച് ഒറ്റ പെണ്ണും പറ്റുന്നില്ല. അവസാനം ക്രിസ്ത്യൻ രാജാവിൻ്റെ, റോമൻ ചക്രവർത്തിയുടെ മകൾ, ആ മകളുമായി വിവാഹം ആലോചിക്കുന്നു. റോമൻ ചക്രവർത്തി പറയുന്നു, എൻ്റെ മകൾക്ക് ഇബ്നു സക്ക ഭർത്താവാകുന്നതിനോട് എനിക്ക് വെറുപ്പില്ല. കാരണം അവൻ ഏറ്റവും വലിയ പ്രാസംഗികനാണ്, വാദപ്രതിവാദകനാണ്, അതുപോലെ വലിയ സുമുഖനാണ്, സംസാര വൈഭവമുള്ള ആളാണ്, ഖുർആൻ 30 ജുസും കാണാതെ പഠിച്ച ആളാണ്, വൈദ്യശാസ്ത്രം അറിയുന്ന ആളാണ്, പല ഗുണങ്ങളുമുണ്ട് അയാൾക്ക്. എന്നാൽ എൻ്റെ മകളെ വിവാഹം ചെയ്യണമെങ്കിൽ അവൻ ക്രിസ്തു മതത്തിൽ ചേരണം, അല്ലാതെ പറ്റില്ല എന്ന് രാജാവ് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞത്, തൽക്കാലം നമുക്ക് അങ്ങോട്ട് അങ്ങനെ ചേരാന്ന്. തൽക്കാലം ചേർന്നിട്ട് മകളങ്ങ് വിവാഹം ചെയ്ത് പിറ്റേന്ന് തന്നെ നമുക്ക് ഇസ്ലാമിലേക്ക് മടങ്ങാം എന്ന് ഇവൻ പറയുകയും, നഊദു ബില്ലാഹ്, അങ്ങനെ രാജകീയമായ പദവിയോടുകൂടി രാജകൊട്ടാരത്തിൽ വെച്ച് രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ഫ്ലാറ്റും വീടും സൗകര്യങ്ങളൊക്കെ രാജാവ് കൊടുത്ത് ആ വീട്ടിൽ താമസിക്കുകയാണ്. ഭാര്യയും ഭർത്താവും താമസിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും അവൻ ആലോചിക്കുന്നു, ഇസ്ലാം മതത്തിലേക്ക് തന്നെ പോകണമെന്ന് ആലോചിക്കുന്നു. പക്ഷേ എൻ്റെ ഭാര്യ ഇപ്പോൾ പുതുതായി വന്നിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ അവളത് സ്വീകരിക്കൂല എന്ന് കരുതി ഫീ കുല്ലി യൗമിൻ തുറജ്ജി അത്തൂബ ഗദ
وعقد اسمك بالتصفيف محلول. ഷായിർ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നാളെ നന്നാകാം നാളെ നന്നാകാം എന്നിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും കരുതുകയാണ്. പക്ഷേ അവസാനം സൗഫാന്ന് പറഞ്ഞിട്ട് അവസാനം നടക്കാതെയായി പോകുന്നു. അതുപോലെ ഇവൻ നാളെ മുസ്ലിമാകാം നാളെ മുസ്ലിമാകാം എന്നിങ്ങനെ കരുതിക്കുമ്പോഴാണ് അവനൊരു രോഗം ബാധിക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ രോഗം വന്നു, പഴുപ്പ് വന്നു, കുഷ്ഠവ്യാധി പോലെയുള്ള രോഗമായി. രാജാവ് ചികിത്സിച്ചിട്ട് യാതൊരു ഫലവും കാണുന്നില്ല. അവസാനം ദുർഗന്ധം വന്നപ്പോൾ, ശരീരത്തിൽ നിന്ന് ചീത്ത വാസന വരാൻ തുടങ്ങിയപ്പോൾ രാത്രി സമയത്ത് അവനെ കുടുക്കി വലിച്ചിട്ട് കൊണ്ടുപോയി റോട്ടിൻ്റെ ഓവുചാലിൽ എറിഞ്ഞിട്ടിങ്ങനെ അവിടെ നിന്ന് അട്ടഹാസിച്ച് കരയുകയാണ്, എന്തൊക്കെയോ പറയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബീ സുറൂൻ എന്ന ചരിത്രം പറയുന്ന ആൾ പറയുകയാണ്, അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവനതാ അട്ടഹാസിച്ച് കരയുന്നു. ഞാൻ ഇബ്നുസക്കയാണ്, എന്നെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവനെ ഓവുചാലിൽ നിന്ന് എടുത്ത് കരയിലിട്ട് കിബിലക്ക് നേരെ ഒന്ന് ചെരിച്ച് കിടത്തിയിട്ട് അവൻ കിടക്കുന്നില്ല. കിബിലക്ക് നേരെ ചെരിച്ച് കിടത്തി കൈയെടുത്താൽ പെട്ടെന്ന് തെറ്റിപ്പോയി, പിന്നെയും കിടത്താൽ തെറ്റിപ്പോയി. കിബിലിൻ്റെ ഭാഗത്തേക്ക് നെഞ്ഞായിട്ട് കിടക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞു കൊടുത്തപ്പോൾ അന നസ്റാനിയുൻ, ഞാൻ ക്രിസ്ത്യാനിയാണ്, നിസ്റാനിയാണ് എന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞ് അവൻ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ മരിക്കുന്നതിൻ്റെ മുമ്പ് അവനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അല്ലയോ ഇബ്നുസക്ക, നീ ഖുർആൻ മനപ്പാടമുള്ള ഹാഫിളായിരുന്നുവല്ലോ, നിനക്കതിപ്പോൾ അറിയാമോ എന്ന് ചോദിച്ച സമയത്ത് ഇബ്നുസക്ക പറഞ്ഞത് എനിക്കതൊന്നും അറിയില്ല, എല്ലാം മറന്നുപോയി. ഒരൊറ്റ കഷ്ണം ആയത്തുണ്ട്, റുബ്ബമായ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നതാണ്, സത്യനിഷേധികളായ ആളുകൾ ആഗ്രഹിക്കും അവർ മുസ്ലിം ആയാൽ നന്നായിരുന്നു, അവർ മുസ്ലിം ആയാൽ നന്നായിരുന്നു എന്ന്. അവരുടെ ശിക്ഷ കാണുന്ന സമയത്ത് ആഗ്രഹിച്ചു പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തല്ലാതെ എനിക്കൊന്നും അറിയില്ല. എന്നിട്ടോ, എന്നാൽ അവൻ മുസ്ലിമാകുന്നുണ്ടോ? ഇല്ല. അവൻ പിന്നെയും അന നസ്റാനിയുൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവനതാ കുഫ്രിയത്തോടുകൂടി മരണപ്പെട്ടു പോയി. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എല്ലാവരും ആമീൻ പറയണം, വളരെയധികം ഭയപ്പെടണം. ബാബു ഖൗഫിൽ മുഅ്മിനി അൻ യഹ്ബിത അമലുഹു എന്ന് സഹീഹുൽ ബുഖാരിയിലൊരു അധ്യായം കാണാം. എല്ലാ മുഅ്മിനും അവൻ്റെ അമല് പൊളിഞ്ഞു പോവോ എന്ന കാര്യത്തിൽ പേടിക്കണം, എപ്പോഴും പേടി വേണം. അങ്ങനെ പേടിക്കുക. അതെങ്ങനെയാണ് പൊളിഞ്ഞവർ? ഇമ്മാതിരി ഓരോരെ കുരുത്തക്കേട് കൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും നിസ്സാരപ്പെടുത്തുക. അതുകൊണ്ടാണ് വഴിവഴിച്ചു പോവുക. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തആല സലാമത്താക്കി തരട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇസ്സത്തും ഇഫ്ഫത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സബക്കിൽ ഹാജരായ സൂമിലുള്ളവർക്കും യൂട്യൂബിൽ നോക്കുന്നവർക്കും ഫേസ്ബുക്കിൽ നോക്കുന്നവർക്കും എല്ലാത്തിലും ഈ ഇൽമ് കരസ്ഥമാക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ.
ഫത്താവൽ ഹദീസിയ ഞാൻ നോക്കി വായിച്ചത് അല്ല, ഇത് നമ്മളെ വക പറയല്ല. ഇബ്നു ഹജറുൽ ഹൈതമി ലോകപ്രസിദ്ധരായ പണ്ഡിതനാണല്ലോ, അവരുടെ കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അത് ശിഫയാക്കട്ടെ. കൊറോണ വൈറസിൽ നിന്ന്, കോവിഡിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയും എല്ലാ മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തട്ടെ. എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മഹ്മൂദ് മുസ്ലിയാർ കണ്ണപുരം, മുഹമ്മദ് മുസ്ലിയാർ അങ്ങനെ എൻ്റെ ശരീക്കാണ്, എൻ്റെ കൂടെ പഠിച്ച ആളാണ് മുഹമ്മദ് മുസ്ലിയാർ കണ്ണപുരം. ഞാനിപ്പോൾ അടുത്ത ദിവസം സംസാരിച്ചിട്ടേ ഉള്ളൂ ഫോണിൽ. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിനും നമ്മളെ മോമിനീങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, ദർജനേറ്റി കൊടുക്കട്ടെ. നമുക്ക് അള്ളാഹു തആല ആയുസ്സിനെ ഏറ്റിത്തരട്ടെ, ഇസ്സത്തിനെ ഏറ്റിത്തരട്ടെ. അവസാനം ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. توفنا مسلمين وألحقنا بالصالحين. وصلى الله على سيدنا بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله. എല്ലാ വലികളും ഒരേ നബിവാശി ഞാൻ എൻ്റെ സിബാവ കൽവാശി എന്നോവർ. ബിൽ ഖുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. എൻ്റെ മുരീദുകൾ തൗബയിൽ എണ്ണിയേ എന്നും മരിക്കരുതെന്ന് കൊതിച്ചോവർ അതിനെ കബൂലാക്കി ഞാൻ എന്ന് ചൊല്ലിയാർ അവരുടെ ഉസ്താദ് ഹമ്മാദെന്നോവർ. എൻ്റെ മുരീദുകൾ എൻ കൂടെ കൂടാതെ എൻ്റെ കാലെന്നും ഫോരിക്കൻ ആദെന്നോവർ. കൺകൂടാവട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ ഫോമെന്ന് അല്ലാഹ് കൊടുത്തോവർ. ബിൽ ഖുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എൻ്റെ കോടിൻ്റെ കീഴ് എല്ലാ വാലികളും എൻ്റെ മുരീദിനായി ഷാഫിഈയെന്നോവർ. ബിൽ ഖുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈപിടിച്ചേങ്ങും എന്ന് പറഞ്ഞോവർ. എന്നെ പിടിച്ചവർ
ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈഫി ഡിഫൻ ഞാനെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ് എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ്.